നീയോ? വാ. അല്ല, ഈ കൊച്ചു വെളുപ്പാങ്കാലത്ത് നീ ഇതെവിടെ നിന്ന് വരുന്നു? എസ്റ്റേറ്റിലേക്ക് പോകുന്ന വഴി ഒരു ആക്സിഡന്റ് പറ്റി. കൈ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞു. ഹോസ്പിറ്റലിൽ പോയി ഡ്രസ് ചെയ്യിച്ചു. 2 ദിവസം അവിടെ കിടക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു. ഈ ഹോസ്പിറ്റലിലേക്ക് എത്താ എനിക്ക് അലർജിയാ. സത്യം പറഞ്ഞ അപ്പോഴാ നിന്റെ കാര്യം ഓർത്തത്. അതേതായാലും നന്നായി. അല്ല, നിന്റെ വണ്ടി എവിടെ? വർക്ക്ഷോപ്പില്ല. 2 ദിവസം കഴിഞ്ഞേ കിട്ടും. അത് കിട്ടിയിട്ട് വേണം എസ്റ്റേറ്റിലേക്ക് പോകാൻ. ശ്രീധര, നാളെ രാവിലെ ഞാൻ ഏതെങ്കിലും ഹോട്ടലിലേക്ക് മാറിക്കൊള്ളാം. അത് നമുക്ക് ആലോചിക്കാം. വാ കിടക്കാം. അല്ല, നിന്റെ വൈഫൊക്കെ ഒരിക്കൽ എവിടെ നിന്ന്? ആ ലൈറ്റ് ഇട്ട് ആ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്തേ. പിന്നെ അവിടെ ഇതിന്റെയൊക്കെ ആവശ്യം വല്ലതും ഉണ്ടായി. ആ സർക്കാർ ബംഗ്ലാവിൽ എങ്ങാനും വന്ന് താമസിച്ചിരുന്നെങ്കിൽ. വെറുതെ നമ്മളെ മെനക്കെടുത്ത് പലരെയും കണ്ടിട്ട്. എന്നാലും ഇങ്ങനെ ഒരു വാശിയുണ്ട്. എന്റെ ഒപ്പീനിയൻ, അയാൾ സ്ഥലം വിട്ട് കാണും. ഇനി അയാൾ ഇവിടെ നിൽക്കില്ല. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല സാർ. അയാൾ പോവില്ല. പോകില്ലേ? ഇന്നലെ ഈ പട്ടണം മുഴുവൻ അരിപ്പ വെച്ച് അരിച്ചു നോക്കിയത്. നമ്മുടെ പോലീസുകാരല്ലേ സാർ അരിച്ചത്? എടോ, എങ്ങനെയുണ്ടോ മന്ത്രിക്ക്? നാളെ ഡിസ്ചാർജ് ചെയ്യുമെന്നാ തോന്നുന്നത്. സാർ, ഇന്നലത്തെ സംഭവം CM അറിഞ്ഞോ? അറിഞ്ഞു. പുള്ളിക്ക് അത്ര വിശ്വാസമായിട്ടില്ല. ആ, ഇനിയും വിശ്വാസമായില്ലെങ്കിൽ കാലം വരുമ്പോഴേ മനസ്സിലാക്കും. പിന്നെ ആ കൈമളിന്റെയും ഗ്രൂപ്പിന്റെയും കാര്യം പറഞ്ഞു. പക്ഷെ ഇതിനെക്കുറിച്ച് ഒരു അക്ഷരം അവരോട് മിണ്ടിപ്പോരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഒരു ബൈ ഇലക്ഷൻ ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് ആലോചിക്കാമെന്ന്.